ഇത് ധനുഷ്കോടിയാണ്. ധനുഷ്കോടിയിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ കടലിൽ നിന്ന് കിട്ടുന്ന കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. പാവപ്പെട്ട കുറേ ആൾക്കാർ അവരുടെ ജീവിത മാർഗമാണത്. നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇന്ത്യയുടെ അങ്ങേയറ്റത്തെ ഭാഗവും അവിടെ നിന്നാൽ ശ്രീലങ്ക കാണുന്ന ഏരിയയും ഒക്കെയാണ്. കരയുടെ എല്ലാ ഭാഗങ്ങളും കടൽ കൊണ്ട് മൂടപ്പെട്ട ഒരു ഏരിയ. നമ്മളവിടെ ചെല്ലുമ്പോൾ കടലിൻ്റെ മധ്യത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന ഒരു തോന്നലുണ്ടാവും. ഒരു സുനാമി എങ്ങാനും വന്നാൽ, ഒരു തിരയെങ്ങാനും ആഞ്ഞടിച്ചാൽ നമ്മൾ കടലിനുള്ളിലേക്ക് ആയിപ്പോകുന്ന ഒരു സാഹചര്യമാണ് അവിടെ. രാമേശ്വരത്ത് നിന്ന് 20-21 കിലോമീറ്ററാണ് ധനുഷ്കോടിയിലെത്താൻ. ധനുഷ്കോടിയിലേക്ക് 5 മണി കഴിഞ്ഞാൽ കയറ്റി വിടില്ല. 5 മണി വരെയുള്ളൂ അവിടെ വാഹനത്തിൽ വരുന്നവർക്കുള്ള പ്രവേശനം സമയം. അത് കഴിഞ്ഞാൽ പിന്നെ കയറ്റി വിടില്ല. 6 മണിയൊക്കെ ആകുമ്പോൾ ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇവർ പറക്കി ഒതുക്കി അവിടെ നിൽക്കുന്ന പിക്കപ്പുകളിൽ കയറ്റി ഇവരെ കൊണ്ടുപോകാനാണ് ആ പിക്കപ്പുകളെല്ലാം വന്ന് നിൽക്കുന്നത്. ആ പിക്കപ്പുകളിൽ കയറ്റി അവരവരുടേതായ സ്ഥലത്തേക്ക് പോകും തിരിച്ച്. പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ വിജനമാണ്. രാത്രി ഇവിടെ ആരും ഉണ്ടാവില്ല. രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെയാണ് അവിടെ പ്രവേശനം. രാത്രി ഏകദേശം ഒരു 7 മണി വരെയൊക്കെ ആൾക്കാരവിടെ നിൽക്കുമെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് ലാസ്റ്റ് എൻഡാണ് ഈ കാണുന്നത്. അവിടെ നിൽക്കുന്ന വാഹനങ്ങളൊക്കെ ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ കടലിൻ്റെ കൗശല വസ്തുക്കൾ വിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന വാഹനങ്ങളാണ്. ഈ ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് തിരിക്കും. ആ കാണുന്നതെല്ലാം അങ്ങേയറ്റത്ത് കാണുന്നത് ശ്രീലങ്കയുടെ ഭാഗമാണ്. അതിൻ്റെ ഇടയ്ക്കൊരു ലൈൻ പോലെ ഉണ്ട്, ചെറിയൊരു ദ്വീപ് പോലെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും തിരയടിക്കുന്നത്. അത് ശ്രീലങ്കയാണ്, കുറേ അപ്പുറത്ത്. ഈ സൈഡിൽ നല്ല വെള്ളവും നല്ല തിരയും ഉണ്ട് ഒരു സൈഡിൽ. മറു സൈഡിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ശാന്തമാണ്. ഇത്രയും തിര ഉണ്ടാവില്ല, ഇത്രയും ആഴം ഉണ്ടാകത്തില്ല. അങ്ങേ അറ്റത്ത് കാണുന്നത് ശ്രീലങ്കയാണ്. അങ്ങേയറ്റം ആ ഇടയ്ക്ക് കാണുന്ന ലൈനിൻ്റെ അപ്പുറത്ത് കാണുന്നത്. ഏകദേശം സൂര്യൻ അസ്തമിച്ച് വരാറായി. ഇടയ്ക്ക് കുറച്ച് അപ്പോൾ നമ്മളിവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പോവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, ഗുഡ് ബൈ.